മറ്റൊരു +1 ഇംപ്രൂവ്മെന്റ് റെഗുലർ ക്ലാസ്സിലൊക്കെ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫ്രം ട്രിഗണോമെട്രി. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാം ഇത്തിരി ടഫ് ആയിട്ടുള്ളതാണ്. കാരണം ഇതിനുള്ളിൽ ഇഷ്ടംപോലെ റിസൾട്ട് ഉണ്ട്. പിന്നെ ചെയ്യുന്ന സ്റ്റെപ്സുകളൊക്കെ ഓർത്തിരിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ എക്സാമിൽ എന്തായാലും ചാപ്റ്ററിന് വെയിറ്റേജ് കൂടുതലുള്ളതുകൊണ്ട് ഇവരെ നമുക്ക് വിടാൻ പറ്റില്ല. നന്നായിട്ട് പഠിച്ചോണം. ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ ഇത്തിരി പാടായിട്ടൊക്കെ തോന്നും, ടഫായിട്ട് തോന്നും എങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നോക്കാം. If sin a equal to 3/5, pi/2 less than pi less than pi, ഉണ്ടല്ലോ pi/2 less than a less than pi, find cos a and ആരാണ് tan 2a. ഇവിടെ sin a യുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടോളൂ. sin a യുടെ വാല്യൂ തന്നിട്ട് x ലൈസിൻ അല്ലെങ്കിൽ a ലൈസിൻ പിന്നെ കോട്ടന്റ് എന്നൊക്കെ പറയുന്നില്ലോ. അത് തന്നെയാണ്. നോക്കിയേ, ആ കോട്ടന്റ് എന്നുള്ളതിന് പേര് ഒന്ന് കാണിച്ചത് ഇങ്ങനെയാ. pi/2 എത്ര പോലെ 90, pi എന്ന് പറഞ്ഞാൽ എത്രയാണ് 180. ഓക്കെ, അപ്പൊ നോക്കിയേ 90 to 180, 90 to 180 എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇവിടെ വരെ 90 ആണ് അല്ലേ, ഇത് 180 ആണ് അല്ലേ. 90 to 180 എന്ന് പറഞ്ഞാൽ ഏത് കോട്ടന്റാ? സെക്കൻഡ് കോട്ടന്റ്. അപ്പൊ സെക്കൻഡ് കോട്ടന്റ് എന്നുള്ളതിന് പകരം തന്നേക്കുന്നത് സംഭവം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് കോസ് കണ്ടുപിടിക്കണം, tan 2a കണ്ടുപിടിക്കണം കേട്ടോ. tan 2a ആണ്, വെറും tan a അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് വഴികളുണ്ട്. ഞാനിപ്പോ ഈ ഒരു വഴി നോക്കുക. sin a is equal to 3/5 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആരെന്ന് എടുക്കാം? 3 എന്ന് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് ആരെന്ന് എടുക്കാം? 5 എന്ന് എടുക്കാം. ഇല്ലാത്ത സൈഡ് ഏതാ? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡിന്റെ ഫോർമുല റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ ആണല്ലോ. ആൻസർ വരുമ്പോൾ റൂട്ട് ഓഫ് 25 മൈനസ് 9 റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ നമ്മുടെ അഡ്ജസന്റ് സൈഡ് കിട്ടി. അങ്ങനെയാണ് ഇനി നമുക്ക് കോസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് അഡ്ജസന്റ് സൈഡ്? 4. ഓക്കെ ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് ആരായിരുന്നു? 5 കഴിഞ്ഞു. പക്ഷെ ഒരു നെഗറ്റീവ് കൊടുക്കണം. എന്തുകൊണ്ടാ മൈനസ് കൊടുത്തത്? ഏത് കോട്ടന്റ് എന്നാ പറയുന്നത്? സെക്കൻഡ് കോട്ടന്റ് അല്ലയോ. സെക്കൻഡ് കോട്ടന്റ് ആവുമ്പോൾ കോസിന്റെ വാല്യൂ എന്താ? മൈനസ്. അങ്ങനെ മൈനസ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ tan 2a ആണ് അല്ലെ. tan 2a. tan 2a എന്ന് പറയുമ്പോൾ നമുക്ക് tan 2a tan 2x എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിസൾട്ട് പഠിക്കുന്നുണ്ട്. 2 tan x by 1 minus tan square x. അങ്ങനെയാണെങ്കിൽ tan 2a എന്ന് പറഞ്ഞാൽ 2 tan a by 1 minus tan square a. ഈ റിസൾട്ട് ഒക്കെ ഒത്തിരി പേർക്ക് അറിയുകയില്ല. അതാണ് ബുദ്ധിമുട്ട്. റിസൾട്ടുകളെല്ലാം പഠിക്കാനുണ്ടെന്ന് അറിയാം, പക്ഷേ ഇതിലൊന്നും പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. tan 2a യുടെ വാല്യൂ 2 tan a by 1 minus tan square ആണ്. അപ്പൊ നമ്മൾ tan a വേണം അല്ലേ. tan a എന്ന് പറഞ്ഞാൽ ആരാ മോനെ? sin a by cos a എന്നല്ലയോ. tan എന്ന് പറഞ്ഞാൽ sin by cos അല്ലയോ. sin a 3/5 ആണല്ലോ. ഓക്കെ, മറ്റേത്ര മൈനസ് 4/5. 5 ക്യാൻസൽ ആയി. ആൻസർ ഈസ് -3/4. ഓക്കെ, അപ്പൊ tan a യുടെ വാല്യൂ -3/4. അപ്പൊ ഈ tan a ക്ക് -3/4, ഈ tan a ക്ക് -3/4 കൊടുക്കണം. ഓക്കെ, ആൻസർ വരുമ്പോൾ 2 into -3/4 divided by 1 minus -3/4 the whole square. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. 2 tan a by 1 minus tan square എന്നുള്ള റിസൾട്ടിനുള്ളിൽ tan a ക്ക് എല്ലാം -3/4. ആൻസർ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഈ 2 കൊണ്ട് 4 നെ കട്ട് ചെയ്ത 2 ആവും കേട്ടോ. അപ്പൊ -3/2 എന്ന് ന്യൂമറേറ്റർ കിട്ടി. 2 കൊണ്ട് 4 നെ കട്ട് ചെയ്ത് ഇവിടെ 2 വരും. -3/2. ഇത് വരുമ്പോൾ 1 മൈനസ് ഈ മൈനസ് കിട്ടും. മൈനസിന്റെ സ്ക്വയർ വരുന്നുണ്ട് മൈനസ്, പിന്നെ പുറത്തോട്ട് വരുന്നില്ല. 3/4 സ്ക്വയർ 9/16. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു ബൈ 1 വെച്ചോണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ -3/2 തന്നെ എഴുതിയാൽ മതി കേട്ടോ, ഒരു വ്യത്യാസമില്ല. ഇവിടെ വരുമ്പോൾ 16 into 1 ആൻസർ എത്ര? 16 minus 1 into 9 9 divided by 1 into 16 16. That is equal to -3/2 divided by 16 minus 9 7. That is 7 by എത്രയാണ്? 16. That is -3/2 into തിരിച്ചിട്ട് ആണ് ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ എന്ന റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ that is 16/7. കുഴപ്പമില്ലല്ലോ, വന്ന വഴിയൊക്കെ എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ മറന്നുപോയോ? റിസൾട്ട് കൊടുക്കണം, വാല്യൂസ് കൊടുക്കണം, സിംപ്ലിഫിക്കേഷൻ നടത്തണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കട്ട് ചെയ്യാം. ആൻസർ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്രയായിട്ട് പോലെ 8 അല്ലേ. അപ്പൊ -24 divided by 7. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഇനി നിങ്ങൾ പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. ഇതൊക്കെ പഠിച്ചേ പറ്റും, ബുദ്ധിമുട്ടിയാണെങ്കിലും, അല്ലാതെ നിവൃത്തിയില്ല. അത് നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊന്നും
വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് സർക്കാരിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഭാഗം എന്നുള്ളതാണ് ക്വസ്റ്റൻ ഒക്കെ ഇത്തിരി ഗ്രേഡ് കൂടി ഹൈ ലെവലിലോട്ടൊന്ന് മാറ്റുന്നത്. എന്തുകൊണ്ട് വലിയ ഹൈ ലെവൽ അല്ല, ഒന്ന് മീഡിയം ലെവലിലോട്ടൊക്കെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒന്ന് ഫീൽ ചെയ്യും, പക്ഷെ നമുക്ക് പ്രയോജനം ചെയ്യും. ഇങ്ങനെയുള്ളത് പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത കോഴ്സുകളും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോടൊന്ന് ഷെയർ ചെയ്യുക.